അമ്മ ഒ.പിയിൽ വന്നപ്പോൾ ചോദിച്ചു, നമ്മൾ ഈ ബുക്കൊക്കെ വായിച്ച് കഥ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നല്ലത്, ഇഷ്ടംപോലെ കഥകളൊക്കെ നമുക്കിപ്പോൾ കാർട്ടൂണായിട്ട് പല ഭാഷകളിലുണ്ടല്ലോ, അത് വെച്ച് കൊടുത്താൽ പോരെയെന്ന്. ഒരമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ കുഞ്ഞിനോടൊപ്പം ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്ത് കഥ വായിച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഒന്ന്, അമ്മയും കുഞ്ഞും അല്ലെങ്കിൽ അച്ഛനും കുഞ്ഞും തമ്മിലുള്ള ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ആ ബോണ്ട് നല്ല രീതിയിൽ വളരുന്നു. രണ്ട്, നമ്മൾ കുഞ്ഞിന് കഥ വായിച്ചു കൊടുക്കുമ്പോൾ കഥയിലെ ഭാഗങ്ങളിൽ നിന്ന് കുഞ്ഞ് എന്തൊക്കെയാണ് പഠിക്കുന്നത്. ഒന്ന്, നമ്മളിപ്പം ഒരിടത്തൊരു കാടുണ്ടായിരുന്നു, കാട്ടിലൊരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. അപ്പം ആ സിംഹമാണ് ആ രാജാവ്. കാടിൻ്റെ അകത്ത് ഇഷ്ടംപോലെ മരം ഉണ്ടായിരുന്നു, മരത്തിൽ ഇഷ്ടംപോലെ കൂടുകളുണ്ടായിരുന്നു. സോ നമ്മൾ പറയുന്നതിനനുസരിച്ച് കുഞ്ഞിന് ഇമാജിനേഷൻ വരികയും ഇമാജിനേറ്റീവ് പവർ വഴി കുഞ്ഞിന് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചാലോചിക്കാനുള്ള കഴിവ് കിട്ടുന്നു. ഇത് കുഞ്ഞിൻ്റെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെ നല്ല രീതിയിൽ സഹായിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വികാരങ്ങളിൽ നിന്ന് കുഞ്ഞിന് ആ ഒരു ഇമോഷണൽ ഡെവലപ്മെൻറ്റ് നന്നായി വരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മൾ കഥകളും കാര്യങ്ങളും വായിച്ച് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് കുഞ്ഞിന് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് വരുന്നു. ഇത് കുഞ്ഞിൻ്റെ സോഷ്യൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ്, ലാംഗ്വേജ് പല കാര്യങ്ങളുടെ ഡെവലപ്മെൻറ്റിനെയാണ് സഹായിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മൊബൈൽ, TV എന്നിവ വെച്ച് കൊടുക്കുന്നത് വഴി ദാറ്റ് വാസ് ജസ്റ്റ് എ വൺ വേ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് കുഞ്ഞിന് യാതൊരു ഗുണഗണങ്ങളും ഉണ്ടാകുന്നില്ല. അത് കുഞ്ഞിൻ്റെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ സാരമായിട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു.